ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മുൻപൊരിക്കൽ നായകനെ സൈഡാക്കി കയ്യടി നേടിയിട്ടുള്ള വില്ലന്മാരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇതുപോലെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമകളിൽ നായകനെ സൈഡാക്കിക്കൊണ്ട് കയ്യടി നേടിയിട്ടുള്ളതോ അല്ലെങ്കിൽ നായകനെ വിറപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള വില്ലന്മാരെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. സോ ഈ പറയുന്ന ലിസ്റ്റിൽ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വീഡിയോ സ്പോയിലർ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തത് ഗരുഡൻ. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് 2023 പുറത്തു വന്ന ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ നായകനും വില്ലനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നായകനും വില്ലനും ഒരു പരിധിവരെ വിജയിക്കുന്നതായും പരാജയപ്പെടുന്നതായും കാണിച്ചുകൊണ്ടാണ് മിഥുൻ തിരക്കഥ ഒരുക്കിയിരുന്നത്. ഇതിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ഹരീഷ് എന്ന ക്യാരക്ടർ സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലെല്ലാം വിജയിക്കുന്നതായും ആ സമയം വില്ലനായി വരുന്ന നിശാന്ത് എന്ന ബിജു മേനോന്റെ ക്യാരക്ടർ പരാജയപ്പെടുന്നതായും ഒരു പരിധി കഴിയുന്ന സമയത്ത് ഈ വില്ലനായിരുന്ന നിശാന്ത് എന്ന ക്യാരക്ടർ വിജയിച്ച് തുടങ്ങുന്നതായും തുടർന്ന് സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയം വരെയും ഈ ഒരു ക്യാരക്ടർ വിജയിച്ച് നിൽക്കുന്നതായും ആ സമയം അത്രയും ഹരീഷ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും വില്ലനെ തോൽപ്പിച്ചുകൊണ്ട് നായകൻ വിജയിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ സിനിമയുടെ എൻഡിങ്ങിൽ നായകൻ വിജയിക്കുന്നതായി കാണിക്കുന്നത് ഒട്ടുമിക്ക പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാത്തതുപോലെ നായകനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ച് കാണിക്കണം, സിനിമ നായകൻ വിജയിക്കുന്നതിലൂടെ അവസാനിപ്പിക്കണം എന്നെല്ലാം ഉള്ളതുകൊണ്ട് അത്തരത്തിൽ തട്ടിക്കൂട്ടിയെടുത്തിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ടാണ് പല പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാലും സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ബിജു മേനോന്റെ പ്രകടനത്തിലൂടെ ആ നിശാന്ത് എന്ന ക്യാരക്ടർ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നതാണ്. തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് എങ്ങനെയാണ് താൻ ഹരീഷിനെ അതുവരെ തോൽപ്പിച്ചതെന്നും എങ്ങനെയാണ് താൻ മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതെന്ന് വ്യക്തമാക്കുമ്പോഴുമെല്ലാം ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. സോ ചിത്രത്തിൽ നായകൻ സുരേഷ് ഗോപി ആയിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിലെ വില്ലനായിരുന്ന ബിജു മേനോന്റെ ക്യാരക്ടർ തന്നെയാകും ചിത്രം കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിന്നിട്ടുള്ളത്. 2. RDX. 2023 നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമായിരുന്നു ഇത്. ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ് തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുവന്നിരുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഒരുപാട് സംഘടന രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഈ സംഘടന രംഗങ്ങളിൽ നായകന്മാരുടെ എതിർഭാഗത്ത് വന്നിരുന്നത് വിഷ്ണു അഗസ്ത്യയുടെ പോൾസൺ, മിഥുൻ വിനായകന്റെ ഫൈസൽ, സുജിത് ശങ്കറിന്റെ ജെയ്സൺ തുടങ്ങിയ ക്യാരക്ടറുകളായിരുന്നു. ഈ വില്ലന്മാരെല്ലാം തന്നെ നായകന്മാരെ വിറപ്പിച്ചിരുന്നവരാണെങ്കിൽ കൂടി ഇതിൽ എടുത്തു പറയേണ്ടത് വിഷ്ണു അഗസ്ത്യയുടെ പോൾസൺ എന്ന വില്ലൻ ക്യാരക്ടറിനെയാണ്. സിനിമയുടെ അവസാന ഫൈറ്റിൽ 2-3 നായകന്മാരെയെല്ലാം ഒറ്റയ്ക്ക് നേരിടുന്ന പോൾസൺ എന്ന ആ ഒരു ക്യാരക്ടറിന്റെ പ്രകടനം എടുത്തു തന്നെ പറയേണ്ടതാണ്. മൂന്നാമത്തത് സൂക്ഷ്മദർശിനി. ഇതൊരു കോമഡി മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു. ഇങ്ങനെ മിസ്റ്ററി ത്രില്ലർ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. അതും മലയാളത്തിൽ പൊതുവെ കുറവാണ്. സോ ഇത്തരത്തിൽ MC സംവിധാനം ചെയ്തു വന്നിട്ടുള്ള സൂക്ഷ്മദർശിനി എന്ന ഈ കോമഡി മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ ബേസിൽ അവതരിപ്പിച്ചിട്ടുള്ള മാനുവൽ എന്ന ക്യാരക്ടർ ആയിരുന്നു വില്ലനായി വന്നിരുന്നത്. ഈ വില്ലനെ നേരിട്ടിരുന്നത് നായകനല്ല, പകരം നായികയായിരുന്ന നസ്രിയയുടെ പ്രിയദർശിനി എന്ന ക്യാരക്ടർ ആയിരുന്നു. കോമഡി രൂപത്തിലാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പോലും ചിത്രത്തിന്റെ ഒരു അവസാന 10-20 മിനിറ്റ് വരെ നായികയായിട്ടുള്ള പ്രിയദർശിനി എന്ന ക്യാരക്ടറിനെ കുഴപ്പിക്കുന്ന രീതിയിൽ, ആരും അവളെ വിശ്വസിക്കാത്ത രീതിയിൽ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ വില്ലനായിട്ടുള്ള മാനുവൽ എന്ന ബേസിലിന്റെ ക്യാരക്ടറിനും സിദ്ധാർത്ഥിന്റെ ക്യാരക്ടറിനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 4. അപ്പൻ. 2022 മജുവിന്റെ സംവിധാനത്തിൽ മജുവും ജയകുമാറും തിരക്കഥ എഴുതി പുറത്തു വന്ന ചിത്രമായിരുന്നു അപ്പൻ. ഇതിൽ അലൻസിയറും സണ്ണി വെയിനും എല്ലാമായിരുന്നു പ്രധാന ക്യാരക്ടറുകളെ അവതരിപ്പിച്ചിരുന്നത്. അലൻസിയറിന്റെയും സണ്ണി വെയിന്റെയും കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടിരുന്നത്. ഇതിലെ ഇട്ടി എന്ന അലൻസിയറിന്റെ ക്യാരക്ടർ തന്റെ നാട്ടിലെയും പുറം നാട്ടിലെയും പല സ്ത്രീകളെയും പ്രലോഭിപ്പിച്ചും ഉപദ്രവിച്ചും ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നാട്ടുകാരെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് അയാൾ കിടപ്പിലാവുകയും ഇങ്ങനെ കിടപ്പിലായി കിടക്കുന്ന അവസ്ഥയിൽ പോലും മകനോടും ഭാര്യയോടുമൊന്നും ഒരു കാരുണ്യവും കാണിക്കാതെ, സ്നേഹവും കാണിക്കാതെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവസാനം ശത്രുവിന്റെ മുന്നിലേക്ക് തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ഭാര്യയെയും മരുമകളെയും വരെ വിട്ടുകൊടുക്കാൻ വരെ ഈ ഒരു ക്യാരക്ടർ തുനിയുന്നുണ്ട്. സോ നായകനും വില്ലനുമായി ഈ ചിത്രത്തിൽ ഡയറക്റ്റായി ഒരു ആക്ഷൻ രംഗം ഇല്ലെങ്കിൽ കൂടി ചിത്രത്തിന്റെ അവസാനം വരെ നായകനെ വിറപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നായകൻ പോലും വെറുത്തു പോകുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതിലെ അലൻസിയറിന്റെ ഇട്ടി. 5. പണി.
ജോജു ജോർജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് 2024 പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രം തിയേറ്ററിൽ റിലീസായ സമയത്ത് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയിരുന്നത്. എന്നിരുന്നാൽ പോലും അതേസമയം ചിത്രത്തിലെ ചില രംഗങ്ങൾ വെച്ചുകൊണ്ടുള്ള വിവാദങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നീട് OTT റിലീസായ സമയത്ത് ചിത്രം തിയേറ്ററിലുള്ളതിനേക്കാൾ കുറച്ച് മോശം അഭിപ്രായങ്ങളെല്ലാം നേടിയെടുക്കുകയും ചിത്രത്തിലെ പല രംഗങ്ങൾക്കും ലോജിക് ഇല്ല എന്നും നായകൻ അത്ര സ്ട്രോങ് അല്ല എന്നുമുള്ള അഭിപ്രായങ്ങൾ വരികയും ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ കൂടി ചിത്രത്തിലെ വില്ലന്മാരെ കുറിച്ച് തിയേറ്ററിൽ റിലീസായ സമയത്തും OTT വന്നതിന് ശേഷവും പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ജുനൈസ് അവതരിപ്പിച്ചിട്ടുള്ള സിജു, സാഗർ സൂര്യ അവതരിപ്പിച്ചിരിക്കുന്ന ഡോൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ വില്ലന്മാരായി വന്നിരുന്നത്. ഇതിൽ സാഗർ സൂര്യയുടെ ഡോൺ സെബാസ്റ്റ്യൻ എന്ന ക്യാരക്ടറിന്റെ പ്രകടനമായിരുന്നു ഏറ്റവും ഗംഭീരമായിരുന്നത്. കുരുതി പോലെയുള്ള ചിത്രത്തിൽ സാഗർ സൂര്യ ഇതിനു മുന്നേയും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ ചിത്രത്തിലെ ഡോൺ സെബാസ്റ്റ്യൻ എന്ന ആ ഒരു ക്യാരക്ടർ സാഗർ സൂര്യ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും ഇനി അങ്ങോട്ട് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നതിന് കാരണമാകുമെന്നതും 100% ഉറപ്പാണ്. 6 അഞ്ചക്കള്ളക്കുക്കാൻ ഉല്ലാസ് ചെമ്പിൻ സംവിധാനം ചെയ്ത് 2024 പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രത്തിലെ മെയിൻ വില്ലന്മാരായി വന്നിരുന്നത് ചെമ്പൻ വിനോദിന്റെ നടപരമ്പനും ശ്രീജിത്ത് രവിയുടെ ചാപ്ര എന്ന ക്യാരക്ടറുമെല്ലാം ആയിരിക്കും. എന്നിരുന്നാലും മെറിൻ ജോസും പ്രവീണും അവതരിപ്പിച്ചിട്ടുള്ള ഗില്ലാപ്പീസും ചിത്രത്തിൽ വില്ലന്മാരായി തന്നെയാണ് വന്നിരുന്നത്. ചിത്രത്തിൽ ഈ ഗില്ലാപ്പികളുടെ ഇൻട്രോ സീൻ മുതൽ മരണം വരെയുള്ള എല്ലാ രംഗങ്ങളും കയ്യടിയോടുകൂടി തന്നെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വളരെ ഗംഭീരമായിട്ടായിരുന്നു ഈ ഗില്ലാപ്പികളുടെ എല്ലാ സീനുകളും ചിത്രത്തിൽ കാണിച്ചിരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കൊച്ചുതുമ്പി എന്ന ആ പാട്ടിന്റെ ഇടയിലുള്ള ഇവരുടെ ഡാൻസുകളും ആക്ഷൻ രംഗങ്ങളുമെല്ലാമാണ്. സോ ഈ ചിത്രത്തിൽ നായകനായി വന്നിരുന്ന ലുക്മാനെക്കാട്ടിലും കയ്യടി നേടിയിട്ടുള്ളതും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളതും വീണ്ടും വീണ്ടും യൂട്യൂബിൽ എടുത്ത് കണ്ടിട്ടുള്ളതുമെല്ലാം ഈ ഗില്ലാപ്പികളുടെ പ്രകടനങ്ങൾ തന്നെയായിരിക്കും. 7 കണ്ണൂർ സ്ക്വാഡ് റോബി വർഗീസ് സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രത്തിൽ അർജുൻ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുള്ള അമീർ ഷാ എന്ന ക്യാരക്ടറായിരുന്നു മെയിൻ വില്ലനായി വന്നിരുന്നത്. ഈ അമീർ ഷായെ കൂടാതെ ധ്രുവൻ അവതരിപ്പിച്ചിട്ടുള്ള സുൽഫിക്കർ എന്ന ക്യാരക്ടറും വില്ലനായി തന്നെയായിരുന്നു വന്നിരുന്നത്. ചിത്രത്തിൽ നായകനായി വന്നിരുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറും ഈ അമീർ ഷായും സുൽഫിക്കറുമായി ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ മാത്രമാണ് നേരിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഈ വില്ലന്മാരുമായി ബന്ധപ്പെട്ട കേസ് നായകന്മാർ എടുത്തതിന് ശേഷം സിനിമയുടെ അവസാന ഭാഗത്ത് വില്ലന്മാരുടെ അടുത്തേക്ക് നായകന്മാർ എത്തുന്നിടം വരെ നായകന്മാർ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും തെറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും വില്ലന്മാർ വഴുതി പോവുകയാണ് ചെയ്യുന്നത്. സോ ചിത്രത്തിന്റെ ആ ഒരു പരിധിയിലെല്ലാം തന്നെ നായകന്മാരെ തോൽപ്പിച്ച് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് വില്ലന്മാർ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വില്ലന്മാരെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നായകന്മാരെ ബുദ്ധിപരമായി കുഴപ്പിച്ചിട്ടുള്ള വില്ലന്മാരെ കാണിച്ചിട്ടുള്ള മറ്റൊരു ചിത്രമാണ് തലവൻ. ജിസ് ജോയ് സംവിധാനം ചെയ്ത് 2024 പുറത്തു വന്നിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിൽ ബിജു മേനോനും ആസിഫ് അലിയുമായിരുന്നു നായകന്മാരായി വന്നിരുന്നത്. ജയശങ്കർ, കാർത്തിക് എന്നീ നായക കഥാപാത്രങ്ങളെ വില്ലനായി വരുന്ന ശിവദാസനും അയാളുടെ സഹായം കുഴപ്പിക്കുന്നതും കണ്ണൂർ സ്ക്വാഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. എന്നാൽ കണ്ണൂർ സ്ക്വാഡിൽ നായകന്മാർ തങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ വില്ലന്മാർ അവിടെ നിന്നും വഴുതി മാർഗം മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ തലവനിൽ അങ്ങനെയല്ല. നായകന്മാർ തങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരെ കുടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരു മുഴം മുന്നേ നീട്ടിയെറിയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ആ ഒരു കൊലക്കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാനാകാത്ത വിധത്തിൽ അവരെ രണ്ടുപേരെയും ആ കേസിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപടി മുന്നേ ചെയ്തുകൊണ്ട് വില്ലന്മാർ നായകന്മാരെ ഞെട്ടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ ചിത്രത്തിലും നായകന്മാരും വില്ലന്മാരുമായി ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് മാത്രമാണ് നേരിട്ടൊരു ഫൈറ്റ് ഉള്ളതെങ്കിൽ പോലും ചിത്രത്തിൽ ഉടനീളം നായകന്മാരെ വിറപ്പിച്ചു നിർത്തുന്ന വില്ലന്മാർ തന്നെയായിരുന്നു ശിവദാസനും സഹായിയും. അവസാനത്തേത് മാർക്കോ. ഇതിനെക്കുറിച്ച് ഇനി എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിത്രം തിയേറ്ററിൽ റിലീസായത് മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റും ചിത്രത്തിലെ വയലൻസും ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിലെ ചോരക്കളിയുമെല്ലാം ആഘോഷിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മറ്റൊരു കാര്യമാണ് ചിത്രത്തിലെ വില്ലന്മാരും. ഹനീഫ് അദാനി സംവിധാനം ചെയ്തു വന്നിട്ടുള്ള ഈ ചിത്രത്തിൽ കബീർ ദുഹാൻ സിംഗിന്റെ സൈറസ്, അഭിമന്യു ഷമ്മി തിലകന്റെ റസൽ, ജഗദീഷ് അവതരിപ്പിച്ചിട്ടുള്ള ടോണി, ആൻസൺ ബോളിന്റെ ദേവരാജ് എന്നിവരെല്ലാമായിരുന്നു പ്രധാന വില്ലന്മാരായി വന്നിരുന്നത്. അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന വില്ലന്മാരായിരുന്നു റസലും സൈറസും. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ റസലിന്റെ വയലൻസ് എല്ലാം നമ്മൾ കാണുന്നതാണ്. എന്നിരുന്നാൽ പോലും ചിത്രത്തിന്റെ അവസാനത്തോട്ടടുക്കുമ്പോൾ മാർക്കോയുടെ വീട്ടിലേക്ക് എത്തുന്ന റസലും സൈറസുമെല്ലാം കാണിക്കുന്ന ക്രൂരത എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
സോ ആ ഒരു രംഗങ്ങളിലെല്ലാം എങ്ങനെയാണ് നായകനായിട്ടുള്ള മാർക്കോയെ ഈ റസലും സൈറസും എല്ലാം ഞെട്ടിക്കുന്നത്, പേടിച്ച് വിറപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വില്ലൻ ഏതാണ് എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കണ്ടന്റുകൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.